പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വലിയ രൂപത്തിൽ വാർത്തയാകാറുണ്ട്. അത് പ്രത്യേകിച്ച് പോപ്പുലാരിറ്റി ഉള്ള ആളുകളായിരിക്കണം. വല്ല റെസ്ലിംഗ് താരങ്ങളോ ഫുട്ബോൾ താരങ്ങളോ അതല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറോ അതല്ലെങ്കിൽ ആ ക്രിക്കറ്റിലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും, ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, 4 പേര് അറിയപ്പെടുന്ന ഏതെങ്കിലും സമ്പന്നർ, സിനിമാ താരങ്ങൾ, ഇവരൊക്കെ ആണെങ്കിൽ ഈ വാർത്ത വളരെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ വേഗത്തിൽ വൈറലാകും. എന്തിനാണെന്നറിയാമോ? ഇത് വെച്ചിട്ട് വേണം ഇസ്ലാമിന് പുതിയ പുതിയ പരസ്യങ്ങൾ ചെയ്യാൻ. അതല്ലാതെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആര് വരാനാ? തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഏതൊരു മനുഷ്യനും ഇന്നറിയാം എന്താണ് ഇസ്ലാം, എന്തല്ല ഇസ്ലാം എന്ന്. ഇസ്ലാമിന്റെ പേര്, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണെങ്കിൽ അത് വെറും നാമമാത്രമാണെന്നും, മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ ഇസ്ലാം എന്ന മതത്തിന് സമാധാനമില്ല എന്ന് ആർക്കാണ് ഈ കാലഘട്ടത്തിൽ അറിയാത്തത്? എല്ലാവർക്കും അറിയാം. അപ്പോ ഈ ഖുർആനും ഹദീസും, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് എല്ലാ കാലത്തിനും യോജിച്ചതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ പറ്റുമോ? ഇല്ല. ഈ ഖുർആൻ അദൃശ്യമായിട്ടുള്ള ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ കാലത്ത് സംഭവിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് ഖുർആൻ പറയുന്നത് എന്ന് പറയാൻ പറ്റുമോ? പ്രവാചകൻ, സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നു, ഈ പ്രവാചകൻ എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രവാചകൻ എന്ന പേര് കിട്ടിയത്? അത് അള്ളാഹുവിന്റെ മെസ്സഞ്ചർ എന്നുള്ള അർത്ഥത്തിലാണ്. ശരി, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാണ് ഒരല്പം കിളി പോയ ആൾക്കാര്, ആകാശത്ത് നിന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു മനുഷ്യരൂപത്തില്, അത് അല്ലാഹുവിന്റെ മാലാഖയാണ്, അദ്ദേഹം എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വേദമൂതി തരുന്നു, അത് ഞാനിങ്ങനെ കേൾക്കുന്നു, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ എഴുതി വെക്കുന്നു, പിന്നീട് അയാൾ അത് എന്നോട് പറയുമ്പോൾ അത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് എഴുത്തും വായന അറിയണ്ടേ? പ്രവാചകൻ എഴുത്തും വായന അറിയാമായിരുന്നു. പിന്നെ ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് എന്താണ് ഉറപ്പ്? ഈ ഖുർആൻ, ഈ ഹദീസ് പ്രവാചകൻ കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം എത്ര മുസ്ലിങ്ങൾ ഉൾക്കൊള്ളും? ഇത് പറയുമ്പോൾ ഇവര് നമ്മളെ തന്തയ്ക്ക് വിളിക്കും. അതായത് ഒരല്പം സ്ക്രൂ പോയ ആളുകളാണ് ആകാശത്ത് നോക്കി എനിക്കിത് അശരീരി വരുന്നുണ്ട്, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, ഭയങ്കരമായിട്ട് വിയർക്കുന്നു, പേടിക്കുന്നു, മണിനാഥം പോലെയാണ് എനിക്ക് ദൈവിക ബോധനം വരുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എന്നല്ല ഒരു കാലഘട്ടത്തിലും ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരല്പം കിളി പോയ ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞാൽ ശരിയാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാം. പ്രവാചകൻ ചെയ്തു, പറഞ്ഞു, കേട്ടു, പറഞ്ഞു, കേട്ടു, ചെയ്തു, അനുവാദം നൽകി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പ്രവാചകന്റെ ജീവിതചര്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഈ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ശരികളായേക്കാം. പക്ഷെ ആ ശരികളാണ് ഈ കാലഘട്ടത്തിന്റെ ശരികൾ എന്ന് വാദിക്കുമ്പോഴാണ് നമുക്ക് തർക്കിക്കേണ്ടി വരുന്നത്. ആ കാലഘട്ടത്തിന്റെ ശരികൾ ശരി, അദ്ദേഹം അത് ചെയ്തു, പോയി, കഴിഞ്ഞു. അതേ ശരികൾ തന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ കാലഘട്ടത്തിലും അത് തന്നെ, അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എതിർക്കും. കാരണം ഈ ജനാധിപത്യ രാജ്യത്ത്, സ്വതന്ത്ര ഭാരതത്തെ മാത്രം എടുക്കുക, ഈ രാജ്യത്ത് പ്രവാചകൻ ചെയ്തതെല്ലാം കുറ്റകൃത്യമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാം തെറ്റാണ്. സ്വന്തം മതത്തെ അടിച്ചേൽപ്പിക്കുക, അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തലയെടുക്കുക, നമ്മുടെ മതത്തെ അംഗീകരിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക, ചെറിയ കുഞ്ഞിനെ കല്യാണം ആലോചിക്കുക, ചെറിയ കുഞ്ഞിനെ കെട്ടുക, എണ്ണമറ്റ വിവാഹം കഴിക്കുക, വേണ്ടാത്തതിനെ ഒഴിവാക്കി നിർത്തുക, അനുയായികൾക്ക് അയൽ രാജ്യത്ത് പോയി അവരെയൊക്കെ അടിച്ച് ഇല്ലാതാക്കി കൊന്ന് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നവരുടെ സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് മിഠായിയും ചാമ്പയ്ക്കയും പേരയ്ക്കയും ലൗലോലിക്കയൊക്കെ നമ്മൾ വീതം വെക്കുന്നത് പോലെ സ്ത്രീകളെ വീതം വെച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അപ്പോ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളെ വെച്ചിട്ടാണ് ഇവരിന്ന് ഇസ്ലാം എന്ന മതം മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇസ്ലാം മതം നല്ലതായതുകൊണ്ട് റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു, ദാ പോയി, ദേ വന്നു, സ്വീകരിക്കാൻ പോകുന്നു, സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്താ സുന പിടിച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുവാണോ?
ഇപ്പോൾ ഈ ഡിഫറെൻറ്റ് തിങ്കേഴ്സ് എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ഷക്കീർ മദീന എന്ന് പറയുന്ന ആള് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് അൽ നസറിൻ്റെ ഗോൾ കീപ്പർ പറയുന്നത് ശരിയെങ്കിൽ CR7 ഇസ്ലാം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നടന്നാൽ ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് ഇപ്പോൾ CR7 ട്രോളി നടക്കുന്ന അമുസ്ലിങ്ങളായ ഫാൻസിൻ്റെ അവസ്ഥ കഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് മെസ്സി അർജന്റീന ഫാൻസിൻ്റെ. പഴയ ഓർമ്മയിൽ ലോകകപ്പും നോക്കൌട്ട് ഗോളും ഇല്ലാത്ത CR7 ട്രോളിയാൽ അവന്മാരെ പിടിച്ച് കോയ ബ്രോസ് ഉടനെ സംഖ്യയാക്കാനാണ് സാധ്യത. ഇന്നേ വരെ CR7 ട്രോളിയ മെസ്സി ഫാൻസ് മഹോന്നതൻ ഘടകം മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും ഏറെയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അർജന്റീന മെസ്സി ഫാൻസ് കാഫിരിങ്ങളെ, കളി വേറെ ദീൻ വേറെ. അതിനകത്ത് 3 കമൻസേ വന്നിട്ടുള്ളൂ ഇതുവരെ. അതിലൊരു കമൻസ് സിദ്ദീഖ് അക്ബർ മുട്ടം ഇട്ടതാണ്. ഇങ്ങനെയും കുറെ വാണങ്ങളുണ്ട് ലോകത്ത്. ഹൃദയത്തിൽ ദുഷിച്ച ഇസ്ലാമോഫോബിയ കയറിയ പിഴച്ചുപെറ്റ തെമ്മാടികൾ. മറ്റൊന്നുണ്ട് സുമുഖൻ സുന്ദരൻ S എന്ന ഐഡിയിലുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സി മോർ അത്രമാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്തത് ശ്രീജിത്ത്, ഇയാള് പണ്ടേ സംഖ്യാട. ഇത്രയും കമൻസ് ആണ് ഇതിനകത്തുള്ളത്. എന്നിട്ട് ഇതിൽ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇതാണ് പോസ്റ്റ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വാണ്ട്സ് ടു കൺവേർട്ട് ടു ഇസ്ലാം. ഇത് റൊണാൾഡോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനിയും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ഗാന്ധിജി ഇസ്ലാമിനെ കുറിച്ച് അത് പറഞ്ഞു, ഡോക്ടർ ആനി ബെസന്റ് ഇത് പറഞ്ഞു, ഡോക്ടർ അംബേദ്കർ അങ്ങനെ പറഞ്ഞു, ഗുരുനാനാക്ക് അങ്ങനെ പറഞ്ഞു, മൈക്കിൾ എച്ച് ഹാർട്ട് പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളോട് പരിചയപ്പെടുത്തേണ്ടത് ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു, ഇത് മാത്രമേ ജനങ്ങൾക്ക് അറിയണ്ടൂ. നിങ്ങൾ ഈ പറയുന്നത് പോലെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് ഇസ്ലാം നല്ലത്, ഇവർ ചെയ്തത് കൊണ്ട് ഇസ്ലാം നല്ലത്, അത് ഒരുമാതിരി ചീഞ്ഞ കൾച്ചറാണല്ലോ. നിങ്ങൾ ഖുർആൻ എടുത്തുകൊണ്ടുവരൂ, വായോ, ഹദീസുകൾ എടുത്തുകൊണ്ടുവരൂ, പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തുകൊണ്ടുവന്ന് ധൈര്യമായിട്ട് പറയൂ, ഏത് കാലഘട്ടത്തിലും ഞങ്ങളുടെ പ്രവാചകൻ മാതൃകാ പുരുഷോത്തമനാണ്. ക്രിസ്ത്യാനികൾ കുറേ വർഷങ്ങളായല്ലോ ക്ലബ് ഹൗസ് തുടങ്ങിയത് മുതൽ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഈ പ്രവാചകനിൽ ഈ കാലഘട്ടത്തെ മാതൃകയാക്കാൻ പറ്റുന്നതും മറ്റൊരു പ്രവാചകന്മാരും ഗ്രന്ഥവും കാണിച്ചു തരാത്തതുമായിട്ടുള്ള 10 മാതൃകകൾ പറയാൻ പറഞ്ഞു. ഓരോ മാതൃകയ്ക്കും 2 ലക്ഷം രൂപ വീതം ഓഫറും ചെയ്തു. അത് പറയാതെ വന്നപ്പോൾ 5 മാതൃക പറയാൻ പറഞ്ഞു. ആ 5 മാതൃകയ്ക്കും ഈ 2 ലക്ഷം രൂപ വീതം ഓഫർ ചെയ്തു. ഇപ്പോഴവർ പറയുന്നു, ഒരെണ്ണമെങ്കിലും മരുന്നിനു വേണ്ടിയെങ്കിലും നിങ്ങൾ പിൻപറ്റുന്ന പ്രവാചകൻ മാനവരിൽ മനോഹരനാണ് എന്നൊരു വിശ്വാസിയെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മാതൃകയൊന്ന് പറയുന്നു. ആ പ്രവാചകനെ ഈ കാലഘട്ടത്തിൽ മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കേണ്ടത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാനായതും പിന്നെ രാമു സാബു ആയതും ഇതൊന്നും അല്ല ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്. ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ചാനലുണ്ട്, ഇവർ തന്നെ തുടങ്ങിയതാണ്. അതിനകത്ത് മൊത്തം ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തിനാ? ഞങ്ങളുടെ ഇസ്ലാം പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇസ്ലാം എന്ന മതത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുവാണ് എന്ന് സ്ഥാപിക്കാൻ. എന്തൊരു ഗതികേടാണപ്പാ ഇത്. ഇപ്പോൾ ലോകം മുഴുവനും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ മദ്യപാനികളുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതിയിരിക്കുന്നത് സിഗരറ്റിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും അതാണ്. അതുകൊണ്ട് അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് പണ്ട് ക്യാൻസർ എന്നൊക്കെ ഇങ്ങനെയൊക്കെ വാടച്ചിട്ടൊക്കെ ആയിരുന്നു പറയുക. ഇന്ന് ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ പേഷ്യൻ്റ് വീതമുണ്ട് എന്ന് കരുതി അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? കൊറോണ വൈറസ് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. പെട്ടെന്ന് സ്പ്രെഡായല്ലോ, അതുകൊണ്ടത് നല്ലതാണ്.
ഏതാണ് നല്ലത് എന്ന് പറയേണ്ടുന്ന മാനദണ്ഡം, ഏതാണ് മോശം എന്ന് പറയേണ്ടുന്ന മാനദണ്ഡം, അതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിതൊക്കെ തള്ളിമറിക്കാൻ. നന്ദി.